ഇനി ഞാൻ വന്നിട്ടുള്ളത് ഓവനും പ്രഷർ കുക്കറൊന്നും ഇല്ലാതെ സോസ് പാനിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ വാനില സ്പോഞ്ച് കേക്ക് റെസിപ്പി ആയിട്ടാണ്. ജിനോയ്സ് മെത്തേഡിൽ ഏതൊരു കേക്കിനും ബേസ് ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോഞ്ച് കേക്ക് റെസിപ്പിയാണിത്. 1 കിലോ വരുന്ന ഒരു വാനില സ്പോഞ്ച് കേക്കാണ് ഇന്നിപ്പോൾ ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇപ്പോൾ 1 കപ്പ് മൈദപ്പൊടി എടുക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് സോൾട്ട് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് 2 പ്രാവശ്യം അരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂണ് കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ബേക്കിംഗ് പൗഡർ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വരെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ ഉണ്ടാവാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബൗളിലൊട്ടും വെള്ളമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ മുട്ട പൊട്ടിച്ച് വയ്ക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. മുട്ട നല്ല ഫ്ലഫി ആവുന്നവരെ ബീറ്റ് ചെയ്യണം. എന്നാൽ മാത്രം നല്ലൊരു സ്പോഞ്ച് കേക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. ഇവിടെ നന്നായിട്ട് മുട്ട ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന മൈദയുടെ കൂട്ട് 2 പാർട്ടായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സ്പാച്ചില കൊണ്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്യുമ്പോൾ വളരെ സാവധാനം ഫോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കുത്തി ഇളക്കിയെടുത്താൽ നമ്മൾ കേക്ക് അധികം പൊന്താതെ ഹാർഡായി പോവും. വളരെ സാവധാനം ചേർത്ത് കൊടുക്കാം. ഒരു പാർട്ട് നന്നായിട്ട് മിക്സ് ആയാൽ രണ്ടാമത്തെ പാർട്ടും കൂടെ ചേർത്തിട്ട് സാവധാനം ഒരേ ഡയറക്ഷനിൽ തന്നെ ഫോൾഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒരു 50 ഗ്രാം ബട്ടർ ഉരുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി സാവധാനം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു സോസ് പാൻ ഓയിൽ തടവി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് 2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്യാം. അതിന് എയർ ബബിൾസൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ ഒരു തട്ട് വെച്ചിട്ട് നമുക്ക് ഗ്യാസിന് മുകളിൽ വെച്ചിട്ട് ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ മൂടി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ മുകളിലൊരു വെയിറ്റുള്ള പാത്രം കൂടി വെച്ചാൽ നമുക്ക് മുകളിൽ വശമൊക്കെ നന്നായിട്ട് ബേക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ഞാൻ നമ്മളെ കേക്ക് ഒന്ന് നോക്കിയിട്ടുണ്ട്. ഒരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ സ്ക്യൂർ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കേക്ക് ബേക്കായി എന്നർത്ഥം. അപ്പോൾ എനിക്കൊരു 30 മിനിറ്റ് തന്നെ നമ്മളെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ലൊരു സ്പോഞ്ച് ആയിട്ടുള്ളൊരു കേക്കാണിത്. അടിവശമൊക്കെ കരിയാത്ത നല്ലൊരു രീതിയിൽ തന്നെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.